ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്നും നമുക്ക് അഡ്വൈസ് ആയിട്ട് തന്നെ നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആൻഡ് അതിന് റെമഡീസ് എന്താണ്, എന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താ ഗൈഡൻസ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്, ജഡ്ജ്മെന്റ്, Two of Swords, High Priestess, Hermit, Sun. Good. Last card, Queen of Cups. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ കാര്യം എനിക്ക് തോന്നുന്നത് ഒന്ന് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഫൈനാൻസിന്റെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയുടെ ആവാം, ഫൈനാൻസിന്റെ ആവാം, അതിൽ നിങ്ങൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ടെമ്പറൻസും ഉണ്ട് ഇവിടെ, ടു ഓഫ് സോഡ്സും ഉണ്ട്. ടെമ്പറൻസ് പറയുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുക എന്ന രീതിയിൽ പറയും. അത് പ്രാക്ടിക്കൽ സൈഡും നമ്മുടെ ഇമോഷണൽ സൈഡിന്റെയും ബാലൻസ് എന്ന് പറയാം. നമ്മുടെ ലൈഫിൽ ഒരു അതായത് ഇമോഷണലും പ്രാക്ടിക്കലും എന്ന് തന്നെ മെയിനായിട്ട്. പിന്നെ ലൈഫിന്റെ കാര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഓക്കെ, ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. ഇവിടെ അഗെയിൻ ഇത് രണ്ടും ഓപ്പോസിറ്റ് എൻഡിലാണ് കിടക്കുന്നത്, കിങ് ഓഫ് പെന്റിക്കിൾസും ക്വീൻ ഓഫ് കപ്സും. അപ്പൊ ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മൾ ഈ ടെമ്പറൻസ് ബാലൻസിന്റെ കാര്യം അത് തന്നെയാണ്. നമ്മുടെ ഒരുപാട് പ്രാക്ടിക്കൽ ആവുക എന്നുള്ളതും ഇമോഷണൽ ആവുക എന്നുള്ളതും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ തന്നെ രണ്ട് നേച്ചർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതിലൊരു ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ ഇമോഷണൽ ആയിരിക്കാം പേഴ്സൺ. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ ആവണം എന്ന് പറയാം. ഇമോഷണൽ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം എന്ന് പറയാം. ചിലപ്പോ ഓവർ ഗിവിങ് നേച്ചർ ആയിരിക്കാം നിങ്ങളുടെ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇവിടെ ജഡ്ജ്മെന്റിന്റെ കാര്യം കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചിലവർക്ക് ഇത് പാസ്റ്റ് ലൈഫ് കർമ്മയുടെ കൂടി ആയിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ ചെയ്ത നമ്മളുടെ ചില കാര്യങ്ങളുടെ ഒരു റിസൾട്ടായിട്ട് വരുന്നതായിരിക്കാം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പണത്തിന്റെ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിന്റെ കർമ്മ കൂടി ആവാം ചിലവർക്ക്. ഓക്കെ, അതുകൊണ്ട് വന്നതായിരിക്കാം. തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു നിങ്ങളുടെ മൈൻഡ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ ആവണോ ഞാനതോ ഇമോഷണൽ ആവണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ് എന്ന് പറയാം. നിങ്ങളോട് അല്പം കൂടി ആക്ച്വലി ഇപ്പോൾ സ്പിരിച്വൽ ആവാൻ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക എന്ന് മാത്രമല്ല സ്പിരിച്വൽ കുറച്ചുകൂടി ആവാം. ഇവിടെയും ആക്ച്വലി ഈ ഒരു കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളൊരു സ്പിരിച്വൽ ജേർണിയുടെ കാര്യം പറയാറുണ്ട്. സോ മേ ബി നിങ്ങളെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവേണ്ട ഒരു കാര്യം പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സ് എന്നൊരു ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ഒരു ഈശ്വരൻ ഒരു ദൈവം എന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്. ഒരു പവർ ഉണ്ട്. ഈ ഇപ്പൊ നമ്മൾ ശിവൻ, കൃഷ്ണൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓരോ വാക്കും പറയുന്നതിൻ്റെയൊക്കെ മേലെയും ഒരു പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. ഓക്കെ, ആ ഒരു പവർ അതിലുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങൾ. ഈശ്വരനെ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടദൈവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ വേണ്ടെന്നല്ല. പക്ഷെ അതിനും മേലെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യൂണിവേഴ്സൽ പവറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം.
കാരണം അവിടെ ഹെർമിറ്റ് കാർഡും കൂടി ഉണ്ട്. സോ മേ ബി ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. ഹെർമിറ്റ് കാർഡ് അതാണ് പറയാ. നിങ്ങൾ അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക, അവനവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. മീൻസ് നമ്മുടെ മറ്റുള്ളവരോട് ചോദിച്ച് അഡ്വൈസ് എടുത്ത് അതൊന്നും ചെയ്താലൊന്നും ചിലപ്പോൾ നമ്മൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഓക്കെ, നിങ്ങൾ ശരിക്കും അവനവനുമായിട്ട് മാത്രം കണക്ട് ചെയ്യുക, യൂണിവേഴ്സും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും, ചിലപ്പോൾ അല്ല, നിങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി ആയിട്ട് കിട്ടും കാര്യങ്ങൾ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ തീരുമാനം എടുക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഏത് വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ശരികൾ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പവർ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് തനിച്ചിരുന്ന് കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക. ഓക്കെ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കണ്ട. ആക്ച്വലി ഞാൻ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അത് ആലോചിച്ച്, സൺ കാർഡാണ്, പോസിറ്റീവ് ആണ് ശരിക്കും, ഓക്കെ, നല്ലതാണ്. പക്ഷേ എന്തോ എനിക്കിതിവിടെ ഇത് കണ്ടപ്പോൾ ഈ ഫോട്ടോസിൽ ഈ കുതിരകൾ ഓരോ ഭാഗത്തേക്കാണ് ഓടുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഭാഗത്തേക്ക് വരണം. എനിക്കിത് ശരിക്കും പറഞ്ഞത് പോസിറ്റീവ് കാർഡാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഈ ഒരു പിക്ചർ പെട്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഓരോ ഭാഗത്തേക്കാണ് ഇത് ഓടാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ വെക്കണം. ആ ചാരിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതാണ് റെപ്രസെന്റ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആ ചാരിറ്റിന്റെ ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ബാലൻസിന്റെ കാര്യം. അഗെയിൻ നിങ്ങളുടെ ലൈഫിനെ ഒരു വഴിക്ക് നിങ്ങൾ ശരിക്കും ഏത് വഴി വേണം എന്ന് തീരുമാനിച്ച്, നിങ്ങൾ ചാരിറ്റിയിലും നമ്മൾ കാണാൻ 2 കുതിര ഉണ്ടാവും അല്ലെ, ഇതിൽ 2 ഇതിൽ 7 അപ്പൊ നിങ്ങളുടെ മനസ്സ് പല ഡയറക്ഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളൊരു തീരുമാനം എടുത്ത് എനിക്ക് എന്താണ് എന്റെ നല്ലത്, എന്താണ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊന്നും കേൾക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് നല്ലത് എന്താണോ, നിങ്ങൾ ചെയ്യേണ്ട കർമ്മകൾ എന്താണ്, നിങ്ങൾ ചെയ്യേണ്ട കടമ എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഒരു ഏകാഗ്രമാക്കി വെച്ച്, ആക്ച്വലി ഇങ്ങനെ പല ഡയറക്ഷനിലേക്കും പോകുന്നുണ്ടെങ്കിൽ യെസ്, നമ്മുടെ മെഡിറ്റേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്പിരിച്വൽ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും എന്താണ് കറക്റ്റ്. നിങ്ങളെ ആ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലേക്ക്, ഈ സണ്ണിന്റെ ആ ഒരു നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്ക്, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിച്ചു തരും. ഓക്കെ, കിങ് ഓഫ് വൺസ് നമ്മളെ കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് കഴിവുകളുണ്ട്, അതിന്റെ വേണ്ട നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യുക, പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട് ഒരുപാട്. ഓക്കെ, ഡാർക്ക് സൈഡും ഉണ്ട് ഇവിടെ, ലൈറ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ അതും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്നുള്ള ചില ഡൗട്ട്സ് ആയിരിക്കാം നിങ്ങൾക്ക്. അതിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാ സാധിക്കുക? വേറെ ആരെങ്കിലും പറഞ്ഞാലൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ തന്നെ ശരിക്കും നമ്മുടെ യുദ്ധം ഇതൊക്കെ എന്താ അറിയില്ല, എന്താ എനിക്ക് കാണുമ്പോൾ ഇത് തോന്നാതായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഒരു യുദ്ധമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. നമ്മളുടെ ഡാർക്ക് സൈഡും ലൈറ്റ് സൈഡും, നമ്മളുടെ ശരികളും അതായത് നമുക്ക് അറിയാലോ, ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്, നമുക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഏതിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരിക, നമ്മൾ പഠിക്കുക. ആൻഡ് ഇത് രണ്ടും ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ബുദ്ധന്റെ ടീച്ചിങ്സും ഇത് ഭഗവത്ഗീതയുമാണ്. സോ കർമ്മ എന്നുള്ളൊരു കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആ കർമ്മ നമ്മൾ കടമകൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു പോവുക എന്നുള്ളതാണ് കർമ്മ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഫോക്കസ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. നമ്മൾ മൈൻഡ് ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കും, മനസ്സ് അങ്ങനെയാണ്. മനസ്സ് എന്ന് പറയുന്ന സാധനം അങ്ങനെ തന്നെയാണ്, അത് ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളിലേക്കും. പക്ഷെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് കഴിയും അതിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ മെഡിറ്റേഷനൊക്കെയാണ്. മെഡിറ്റേഷൻ മാത്രമല്ല, പലതും ഉണ്ട്, എക്സസൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിക്കുക, നോളജ് ഗെയിൻ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മൈൻഡിന്റെ ഈ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ എന്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തമായി കഴിഞ്ഞാൽ, ശരിക്കും ഞാൻ സിമ്പിൾ ഇപ്പൊ മനസ്സിൽ തോന്നിയ കാര്യം പറയാം, തമാശയാണ്. പക്ഷെ എനിക്ക് കുക്കിംഗ് വലിയ താല്പര്യമുള്ള കാര്യമില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പൊ ഞാൻ അത് പോട്ടെ, അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോകും. പക്ഷെ ഏറ്റവും വലിയ നമുക്കൊക്കെ പ്രോബ്ലം എനിക്കറിയില്ല, മെയിൻലി ലേഡീസ് ഫേസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നാറുണ്ട്. എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്ക് എന്താ വേണ്ടത്, എന്താ ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നൊരു ഭയങ്കര കൺഫ്യൂഷനാണ്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കണം, അത് ചെയ്യണം, അത് അവർക്ക് ഇഷ്ടമുള്ളത് നോക്കണം, മക്കൾക്ക് ഇഷ്ടമുള്ളത് നോക്കണം, വേറെ എനിക്ക് ഇഷ്ടമുള്ളത് എന്താ, അങ്ങനെ കുറേ ചിന്തകളാണ്. അപ്പൊ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ സത്യം പറഞ്ഞാൽ പറ്റാറില്ല. അത് പക്ഷെ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ലൈക്ക് ഓക്കെ എന്താ ഉണ്ടാക്കേണ്ടത് എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ
പണി വേഗം അവിടെ തീരും, അത് പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു തീരുമാനം വരാൻ ഞാൻ നിങ്ങൾക്ക് വളരെ സരളമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരുപാട് കോൺഫ്ലിക്ട്സ് നമ്മൾ ഫേസ് ചെയ്യും ഓരോ കാര്യത്തിലും. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ഡിസിഷൻ നമ്മൾക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഓക്കെ, നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും. സൺ എന്ന് പറയുന്ന സക്സസ് ആണ്, ഹാപ്പിനെസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സക്സസ് ഉണ്ട്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസും പേജ് ഓഫ് കപ്സും ഉണ്ട്, 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇത് ഫൈനാൻസിന്റെ ആണ് എനിക്ക് ഇവിടെ കൂടുതലും കാണുന്നത്, ഫൈനാൻസിന്റെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു ഗ്രോത്ത് കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫോക്കസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ആദ്യത്തെ നിങ്ങളുടെ തീരുമാനം, ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്ത് അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, ഓക്കെ, ഞാനിന്ന് എന്തോ പെട്ടെന്ന് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു, അപ്പം ഇങ്ങനെ പറഞ്ഞു, ഷെയർ ചെയ്തു നിങ്ങളോട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് കിട്ടുന്നത് നോക്കാം. ഫെയറീസ്, cut your cords, vacuum away fear, throat chakra, heart chakra. Okay, and visualize success. Listen to your intuitive feelings. നമ്മുടെ ഹൈ പ്രീസ്റ്റസിന്റെ കാർഡ്, ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്ട്ലി യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടും. ഓക്കെ, വേറെ ആര് പറഞ്ഞാലും നമുക്ക് സമാധാനം ആവില്ല, അതെപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവനവനുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് സക്സസ് നിങ്ങൾക്ക്, ഓക്കെ, ഇതിനെക്കുറിച്ച് ലാസ്റ്റ് പറയാം. ഫെയറീസ് നിങ്ങൾക്ക് സഹായമുണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഫെയറീസിനാവണ്ട, ഏഞ്ചൽസ്, ഐ മീൻ എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നു അത് ഈശ്വരൻ, നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. കട്ട് യുവർ കോർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇതെന്താ അറിയോ, ask Archangel Michael to clear any old attachments to fear that stem from past relationships, freeing you from destructive patterns. Okay, ഇത് നിങ്ങളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസസ്, ഓക്കെ, പാസ്റ്റിലെ റിലേഷൻഷിപ്പ്, ചില കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്തത്, ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് വിജയിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ, ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഒരു ഫിയർ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഫിയറിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അത് എന്ത് കാര്യത്തിലായാലും. ഓക്കെ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ടാവും. ചില സിറ്റുവേഷൻ നിങ്ങളെ മനസ്സിൽ കിടന്നിങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ അറ്റ്ലീസ്റ്റ് മനസ്സിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയാൻ തുടങ്ങുക. വാക്യൂം അവേ ഫിയർ, രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പേടികളെ എടുത്തു മാറ്റാം. ഓക്കെ, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങൾക്ക് ഐ തിങ്ക് ഈ ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. കാരണം ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ള പേടി, ഞാൻ തോറ്റുപോവോ എന്നുള്ളൊരു പേടി, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ പേടികളെ നിങ്ങൾ മാറ്റിയെടുക്കുക. ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ കഴിയാം. അത് ദേഷ്യത്തിലല്ല, ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ട അവിടെ ദേഷ്യപ്പെടുകയും വേണം. പക്ഷെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ മുൻപിൽ പ്രസന്റ് ചെയ്യാനും പറയാനും അങ്ങനെയുള്ള ഒരു ഹെൽപ്പാണ് ത്രോട്ട് ചക്ര. ആൻഡ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്കേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബ്ലോക്ക് ആയി പോകും. എനിക്ക് ഹാർട്ട് ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിനോടും വിശ്വാസം തോന്നില്ല, ട്രസ്റ്റ് തോന്നില്ല, പേടികളുടെ കാര്യം, നമുക്ക് ഓപ്പൺ മൈൻഡായിട്ട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. എനിക്ക് പേടികളാണ്, കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ വേദനിച്ചാലോ എന്നുള്ളൊരു പേടി എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ ആ ഹാർട്ട് ചക്ര കൂടി നിങ്ങൾ ഓപ്പൺ ആക്കണം. ശരിക്കും അതാണ് മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞത്. ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസ് നിങ്ങൾ പഠിക്കുക, ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ ആയിട്ട് ചെയ്യാം, എക്സസൈസ് ആയിട്ട് ചെയ്യാം, യോഗ പോലെയുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻസ് ബെറ്റർ ആവും. തീർച്ചയായിട്ടും ഒരു സൺ കാർഡ് നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഡൗട്ടേ ഇല്ല. ഓക്കെ, സോ എന്തായാലും നല്ലത് വരട്ടെ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.